സംസ്ഥാന സർക്കാരിന്റെ ഏവിയേഷൻ ഹബ്ബ് പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ തൊഴിലവസരങ്ങളും കാർഷിക കയറ്റുമതി സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ കോതമംഗലം എം.എൽ.എ. ഷിബു തെക്കുമുറം. വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വികസനം കോതമംഗലം ഉൾപ്പെടെയുള്ള കിഴക്കൻ മലയോര മേഖലയിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുമെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. ഏവിയേഷൻ ഹബ്ബ് പദ്ധതിയിലൂടെ യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോളിടെക്നിക്കുകളിലും അനുബന്ധ കോഴ്സുകൾ ആരംഭിക്കുമോ എന്ന ഷിബു തെക്കുമുറം എം.എൽ.എയുടെ ചോദ്യത്തിന് ഏവിയേഷൻ പോളിസിയുടെ ഭാഗമായി പൈലറ്റ് പരിശീലന കോഴ്സുകൾ, ഹെലികോപ്റ്റർ പൈലറ്റ് പരിശീലന കേന്ദ്രങ്ങൾ, സിമുലേറ്റർ അധിഷ്ഠിത പരിശീലന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ അക്കാഡമിക് പ്രോഗ്രാമുകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പോർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഏവിയേഷൻ പോളിസി. ഇതെല്ലാം തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിന്, എക്കണോമിക് ആക്ടിവിറ്റി പ്രചോദിപ്പിക്കുന്നതിന്, ഉത്തേജിപ്പിക്കുന്നതിന്. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, നേരത്തെ ശ്രീ നജീവ് കാന്തപുരയുടെ ചോദിച്ചതുപോലെ അക്കാഡമിക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരുപാട് കോഴ്സുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ധാരാളം കോഴ്സുകളുണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. ആ പ്രോഗ്രാമുകൾ തുടങ്ങാൻ പറ്റും. നമുക്ക് തന്നെ പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിക്കാൻ പറ്റും. പൈലറ്റ്സിന് ലോകത്ത് എല്ലായിടത്തും ഭയങ്കരമായ ക്ഷാമമാണ്. ഹെലികോപ്റ്റർ പൈലറ്റുകളെ കിട്ടാനില്ല. അപ്പോൾ ഹെലികോപ്റ്റർ പൈലറ്റുകളെ പരിശീലിപ്പിക്കാനുള്ള കേന്ദ്രം ഉണ്ടാവും. സിമുലേറ്റർ അധിഷ്ഠിതമായ ഈ പരിശീലന ക്രമങ്ങളാണ് തുടങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ട ധാരാളം അക്കാഡമിക് പ്രോഗ്രാമുകൾ കൂടിയുള്ള സാധ്യത ഈ ഏവിയേഷൻ പോളിസിയിൽ ഉണ്ടാവും. ലോകമെമ്പാടും ഹെലികോപ്റ്റർ പൈലറ്റുമാരുടെ ക്ഷാമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പരിശീലനങ്ങൾ കേരളത്തിലെ യുവാക്കൾക്ക് മികച്ച തൊഴിൽ സാധ്യതകൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് കാർഷിക, മത്സ്യ, ഫാർമ മേഖലകൾക്കായുള്ള പാക്ക് ഹൌസുകൾ വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളിൽ മാത്രമല്ല കോതമംഗലം പോലുള്ള അനുബന്ധ പ്രദേശങ്ങളിലും സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുമോ എന്ന ഷിബു തെക്കുമുറത്തിന്റെ ചോദ്യത്തിന് കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ വികസനത്തിന്റെ കേന്ദ്രങ്ങളാക്കി സംസ്ഥാനത്തിന്റെ സമഗ്ര സാമ്പത്തിക വളർച്ചയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർധന നടത്തി കുറഞ്ഞ ചെലവിൽ കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുമെന്നും മത്സ്യ, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലും പുതിയ നിക്ഷേപങ്ങളും സംരംഭങ്ങളും വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഈ വികസനം കോതമംഗലം ഉൾപ്പെടെയുള്ള കിഴക്കൻ മലയോര മേഖലയിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.